അങ്ങനെ ഒരുപാട് നേരത്തെ അലച്ചിലിനൊടുവിലേ ഞങ്ങൾക്ക് ഇതൊരു ബോട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ബോട്ട് സെറ്റായി കിട്ടിയപ്പോൾ ഇങ്ങനെ ടൈം ഏകദേശം ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ഫ്രഷ് ആകാനും ഓരോരോ കാര്യത്തിന് പോയിക്കായിരുന്നു. ബോട്ടിൽ കയറിയൊക്കെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ടാങ്ക് കലക്കിയ ഒരു വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 6 മണിക്ക് ആലപ്പുഴയ്ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ മക്കൾ കളിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞേക്ക് നല്ല വെയിലേറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ ബോട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ ഒരു ടൈമാണ് ഞങ്ങൾക്ക് പോയത്. ഞങ്ങളവിടെ ഇറങ്ങിയേക്ക് ഒരു കാൽച്ചായ കുടിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോട്ടൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ ബോട്ടിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ പെട്ടെന്ന് തന്നെയുള്ള പോരലും കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് ബുക്ക് ചെയ്യുമ്പോൾ നല്ല ഒരുപാട് പൈസ ആകും, നിങ്ങൾ അവിടെ ചെന്നിട്ട് ബോട്ട് തിരഞ്ഞെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടേ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ അങ്ങനെ പോകുന്നതാണ്. ഇപ്പം നമ്മൾ ബോട്ടിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ചെറിയ സ്പീഡ് ബോട്ട് കൂടെ എന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് തരട്ടെ നമുക്ക്. അപ്പം നമ്മളങ്ങനെ വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബോട്ടിൽ കയറിയാലൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ മക്കൾക്ക് കുറച്ച് മിഠായും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയിട്ടേ നേരെ മേലേക്ക് വന്നിട്ടുണ്ട് ബോട്ടിൻ്റെ അവിടെ കേട്ടോ ഡൈനിങ് ടേബിൾ ഇതൊക്കെ ഇട്ടിട്ടുള്ളത്. അവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയയാണ്. നല്ല അടിപൊളിയാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാഴ്ച കാണാനും ഒക്കെ. അങ്ങനെ അത് 1 മണിയായപ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സദാ വെറുംചോറും അതുപോലെ തന്നെ ഇക്കുള്ള സാമ്പാറും പിന്നെ ഇത് കേബേജ് തോരനും പിന്നെ പയറും ക്യാരറ്റും വെച്ചിട്ട് ഒരു ഉപ്പേരിയൊക്കെ ആയിരുന്നു. പിന്നെ സലാഡ് ഉണ്ട്, അതുപോലെ തന്നെ മോരുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്. മീനിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കരിമീനൊന്നല്ല, വേറെന്തോ ഒരു മീനായിരുന്നു. ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല പുടുത്ത മുട്ട എരിവും ഉണ്ടായിരുന്നു. എരിവ് കാരണം തന്നെ മക്കളൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വലിയവർക്ക് തന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്കിനെ കണ്ണതും മൂക്കുന്നൊക്കെ വെള്ളം വന്നിരുന്നു കേട്ടോ. അത്രയ്ക്ക് എരിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രിക്കത്തെ ഫുഡിൽ എരി കമ്മിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഓരോരുത്തരുടെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. കാരണം ട്രെയിനിൽ നിന്ന് ഒരു പോള കണ്ണടച്ചിട്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ ഉറക്കൊഴിച്ചാൽ തലവേദന വരും കേട്ടോ. തലവേദന എന്ന് പറഞ്ഞാൽ പുടുത്ത മുട്ട തലവേദനയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കളിൽ ആർക്കെ ചിലരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, ചിലരൊക്കെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. വൈകുന്നേരത്തെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നീച്ചിട്ടുള്ളത്. അപ്പോഴേക്കിനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ നീച്ചിട്ടുള്ളത്. അപ്പോഴേക്കിനെ ബോട്ടൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. വൈകുന്നേരത്തെ അതുപോലെ തന്നെ 4 മണിയായപ്പോഴേക്കിന് ചായയും പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഒരു ബോട്ട് നിർത്തിയിട്ട് ആ ഒരു ഭാഗത്തെ ഇങ്ങനെ പാടായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ്. അവിടെ വന്നിട്ട് ഞങ്ങളിത് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വന്നിക്കാണ് ഞങ്ങളല്ലേ. അടിപൊളി. ഏതേ ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ട് ഞാൻ ബോട്ടിലെത്തിയിട്ടില്ല വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബോട്ടിലെത്തി എന്നുള്ളത്. അപ്പോഴേക്കും ഞങ്ങൾ ആകെ ക്ഷീണിച്ച് ആയിട്ടുണ്ടായി. ആകെ ക്ഷീണിച്ച് ഒരു ഭാഗത്ത് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ ഫ്രഷ് ആയിട്ട് രാവിലത്തെ ഫുഡും കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങിക്കായിരുന്നു. പിന്നെ രാവിലത്തെ അല്ല, ഉച്ചക്കത്തെ ഫുഡും പാടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ഫുഡ് ഞങ്ങൾ പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ബോട്ടിലിരുന്ന് കഴിച്ചിരിക്കുകയായിരുന്നു. ഉച്ചക്ക് പിന്നെ ഇവരെന്നെ നമുക്ക് ഫുഡും ഇതൊക്കെ ഇതിൽ അലൗഡാണ്. നമ്മളെടുത്ത ബോട്ടിൽ നിങ്ങൾക്ക് ഞങ്ങളെടുത്ത ബോട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളും ഒക്കെ കാണിച്ചു തരാം. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ടാങ്ക് കളിക്കത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോറ്, ഊണ്, സാധാ ഊണ്, അതിക്കുള്ള കറികളും. പിന്നെ 4 മണിക്ക് ചായ. ഇപ്പൊ വൈകുന്നേരത്താണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കണേ. ടൈം ഏകദേശം എത്രയായി? 6 മണിയില്ലേ? 6 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ പാടത്തിന്റെ ഇവിടേക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ഞങ്ങൾക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അല്ല പോയി. അപ്പൊ ഇനി ഇന്നത്തെ ഒരു ദിവസം നമ്മളിവിടെ നിന്നിട്ട് പിന്നെ ഇനി നാളെ ഇന്ന് ഇതാ ഒരു എത്ര മണിക്കാ ബോട്ട് സ്റ്റാർട്ടാക്കി നമ്മളതിൽ കയറിയിട്ട്? 11:30 11:30 കേട്ടോ ബോട്ടൊക്കെ സ്റ്റാർട്ടാക്കിയത്. പിന്നെ 5 മണി വരെ അതിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്ത് ബോട്ടാണ് അത്? സ്പീഡ് ബോട്ടില്ലേ?
സ്പീഡ് ബോട്ടിലൊക്കെ പോയി എല്ലാരും. അല്ലാ പൊളി അല്ലേ, പൊളി വൈബായിരുന്നു അതില്. സ്പീഡ് ബോട്ടിൽ കയറണം, അത് വൈബ് ഉഷാറാണ്, അടിപൊളിയാണ്. ഒരാൾക്ക് 300 രൂപയാണ് പീസ്. അടിപൊളിയാ. അപ്പോ പേടിച്ചാർത്ത് പൊളിച്ചിട്ട് ഞങ്ങളെ ഫാമിലിക്ക് 3500 ആയി. പക്ഷെ 3500 കൊടുത്താലും അടിപൊളിയാ, പൊളിയാണ്. ഞങ്ങളൊക്കെ പേടിച്ചാർത്ത് അങ്ങോട്ട് എന്താ കാട്ടി കൂട്ടിയതേ, ചിരിച്ചിട്ട് അങ്ങോട്ടേ ആകെ നനഞ്ഞ് ഡ്രസ്സൊക്കെ ആകെ വൃത്തിയിടായിരുന്നു. ഇപ്പൊ പിന്നെ വീണ്ട് ഉണക്കി എടുത്തിക്കാണ്. അധികം ഡ്രസ്സോട്ട് കൊണ്ടുവന്നിട്ടില്ല, ആകെ 2 എടുത്ത് പോന്നിക്കാണ്. നമ്മള് ചിലപ്പോഴേ നിക്കുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ പോന്നതാണ്. അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ ഒക്കെ സെറ്റായപ്പോ പിന്നെ ഇന്നലെ രാത്രിക്കത്തെ ഉറക്കക്ഷീണം ഒക്കെ പാടായപ്പോ പിന്നെ എന്തായാലും നിക്കാതെ നമുക്ക് പോവാൻ പറ്റൂല, ഒക്കെ ഉറങ്ങിക്കേത്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഞങ്ങൾക്ക് പഴംപൊരിയും ചായയും, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഞമ്മക്ക് വേണമെങ്കിൽ നമുക്ക് പുറത്തു പോയി വാങ്ങിക്കൊണ്ടുവരാനും പിന്നെ ഇവരിവിടെ ഉണ്ടാക്കി തരുന്നു. കരിമീന് മേടിച്ചു കൊടുത്തിക്കണം ഉണ്ടാക്കാന്, കരിമീന്. അപ്പൊ അവരുണ്ടാക്കുന്നുണ്ട് കരിമീൻ. ഞങ്ങൾ ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് മേടിച്ച് നല്ല ഫ്രഷ് കരിമീന് മേടിച്ച് ഉച്ചക്ക് നല്ല അടിപൊളി മീന്. ഉച്ചക്ക് എന്തായിരുന്നു കരിമീനും? ഉച്ചക്ക് കരിമീനല്ല, കരിമീൻ എന്നത് പറഞ്ഞതാണ്, അത് വേറെന്തോ മീനാണ്. പക്ഷെ ഞങ്ങള് ഇവിടെ ഇറങ്ങി ഞങ്ങള് കരിമീന് മേടിച്ച്. ശനിയാഴ്ച എന്താ പറയാ ഞങ്ങള് വീട്ടിൽ നിന്ന് പോന്നതല്ലേ, ശനിയാഴ്ച. ഇനി ഞായറാഴ്ച ഇവിടെ നിന്നിട്ട് ഇനി തിങ്കളാഴ്ച അല്ലേ, നാളെ അല്ലേ രാവിലെ അല്ലേ നമ്മള് ബോട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. എത്ര മണിക്ക് 11 മണിക്കോ 9 മണിക്ക് അല്ലേ. അതുവരെ ഇനി ഇന്നത്തെ നൈറ്റൊക്കെ ബോട്ടിൽ തന്നെ. 4 റൂമിലെ ബോട്ടാണ് എടുത്തിരുന്നത്. 4 റൂമുണ്ട്, ഹാളുണ്ട് 2 അല്ലേ, പിന്നെ ഒക്കെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അടിപൊളി സെറ്റപ്പാ. അപ്പൊ നമുക്ക് ബോട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ, നടക്കി. ഇതാണ് നമ്മളെടുത്തിട്ടുള്ള ബോട്ട്. ഇനി ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കായലിന്റെ അക്കരെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഫ്രണ്ട് ഏരിയ വിസിറ്റിംഗ് അല്ലേ, വിസിറ്റിംഗ് റൂം അല്ലേ. അടുത്തത് റൂം. നമ്മടുത്ത റൂം അതാണ് താഴ്ഭാഗം കാണിച്ചു തരാത്. റൂമൊക്കെ കുഴപ്പമില്ല, നല്ല റൂം. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി അടുത്ത റൂം അല്ലേ. ഓക്കെ, ഇങ്ങനെ വന്നാല് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. ഇത് വേറെ റൂം. ഇതൊക്കെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ചിഹ്നിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൂമില് നമ്മള്. ഇത് കിച്ചണ്. കിച്ചണുണ്ട്. ഇതാണ് ഞങ്ങളെ ബോട്ടിന്റെ ഡ്രൈവർ. ഓക്കെ, ഒരാള്. ഇത് മുകള്. അടുത്ത റൂം മൂന്നാമത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് എവിടെ? ലൈറ്റ് എവിടെയാ? മുകളിലത്തെ റൂം അല്ലേ. ഇമ്മയും മിന്നാജും ബീച്ചുകുട്ടിയും ഇവിടെ. ഇനി അപ്പുറത്തെ റൂം അല്ലേ, അത് ശരി. ഇതാണ് ഹാള്.
അമ്മ ആ സൈഡായി കസാരൊക്കെ ചിന്നിച്ചെതിരി കിടക്കണം കുട്ടികളല്ലേ. ഇങ്ങനത്തെ മുകളില് വിശാലമായിട്ടുള്ള ഒരു ഏരിയ. ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ മുകളില്. ഇതാ മുകളിലത്തെ എന്താ 4ാമത്തെ റൂം. തത്തമ്മടിയിട്ട് റൂം. AC ഒക്കെ ഉണ്ട് അല്ലേ? ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട് ഇവിടെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളെടുത്ത ബോട്ടിന്റെ വിശേഷങ്ങള്. ഇനി നമുക്ക് ഇന്ന് രാത്രിക്കത്തെ ഫുഡും അതുപോലെ തന്നെ നാളെ രാവിലത്തെ ഫുഡും കൂടി നമുക്കിതില് അലൗഡാണ്. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ വൈകുന്നേരം ഏതായാലും ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു, 6:30 മണിയായി. അപ്പൊ ഞങ്ങൾ ഏതായാലും ഫോട്ടോ എടുക്കാൻ പോയപ്പോ അങ്ങനെ ഡ്രസ്സ് മാറ്റിയപ്പോ അങ്ങനെ എടുത്തതാണ്. ഇതുവരെ ഞാൻ ഉറങ്ങാനുണ്ടോ, ഞാനൊക്കെ 5:30ക്കൊക്കെയാണ് നീച്ചിക്കണം. കാരണം ഇന്നലെ രാത്രി ട്രെയിനിൽ ഒരു പോളം കണ്ടടിച്ചിട്ടില്ല, ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങണത്. കുട്ടികളുണ്ട് മടി കൂടി. ഇന്നലെ ഉടുത്ത മുട്ട തിരക്കായിരുന്നു, പെട്ടെന്ന് തന്നെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാനൊന്നിനും പറ്റില്ല. അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ കുറേ അന്വേഷിച്ച് നടന്നിട്ടേ അങ്ങനെ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാവിലത്തെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് രാവിലത്തെ ഫുഡ് തന്നെ കിട്ടിയപ്പോക്കിന് 10:11 മണിയായിക്കണു. പിന്നെ ആ നേരത്തൊക്കെ ചെന്നപ്പോക്കിന് പിന്നെ ഫുഡും ഇല്ല, ഒന്നും ഇല്ലാതെ ആയിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെവിടുന്നൊക്കെ കൊണ്ടുവന്നിക്കാണ് ആബിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതിലിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഉച്ചക്ക് ഒരു ഫുഡൊക്കെ സെറ്റാക്കി തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി രാത്രിക്കത്തെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബോട്ടിൻ്റെ വിശേഷങ്ങൾ. രാത്രി ഒരു 8 മണിയായപ്പോഴേക്കിനെ നമുക്കുള്ള ഫുഡൊക്കെ അവർ റെഡിയാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ചോറും ഉണ്ടായിരുന്നു. ചോറും അതുപോലെ തന്നെ അതിക്ക് നല്ല അടിപൊളി പരിപ്പ് കറി, പിന്നെ വെണ്ടക്ക മേക്ക് പുരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിക്കത്തെ ഫുഡ് പിന്നെ എരിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടേ കുറച്ചേരം പാട്ടൊക്കെ ഇട്ട് മക്കൾ കുറച്ചേരൊക്കെ ഡാൻസ് കളിച്ചിട്ടേ പിന്നെ ഒക്കെ പോയി ഒരു 9 മണിയൊക്കെ ആയപ്പോ ഇങ്ങനെ ഒക്കെ പോയി സൈഡായിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് എല്ലാവരോടും ഓരോന്ന് ഉറങ്ങാൻ പറഞ്ഞപ്പോഴേ ആരും കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒക്കെ നേരത്തെ പോയി കിടന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഉച്ചക്ക് ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ അങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് വന്നിരുന്നില്ല. രാത്രി നല്ല ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നല്ല ഓവറായിട്ടില്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ചെറുതായിട്ട് ഉണ്ടാവും ചെയ്തിരുന്നു. പക്ഷെ ഇടി പൊട്ടിയിരുന്നു കേട്ടോ, നല്ല പോലെ ഇടി പൊട്ടിയിരുന്നു. അപ്പാ പെയ്ത് ചാറ്റൽ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി മഴയൊന്നും പെയ്തിട്ടില്ല. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ബോട്ട് എടുക്കും. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ നീച്ചിട്ട് എല്ലാവരും കുളിച്ചൊക്കെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും ഞങ്ങൾക്കുള്ളത് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇഡ്ഡലിയും അതുപോലെ തന്നെ പിന്നെ സാമ്പാറും പിന്നെ ചട്നിയൊക്കെ ആയിരുന്നു രാവിലെ. അതുപോലെ തന്നെ ചായ ഉണ്ടായിരുന്നു, പാൽ ചായ ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് ബോട്ട് എടുത്താലേ 9 മണിയാകുമ്പോഴേക്കിന് നമ്മളെ ഇന്നലെ എവിടെ നിന്നാണ് എടുത്തേ അവിടെ കൊണ്ടുപോയി ഇറക്കി വിടും കേട്ടോ. 9 മണിയാകുമ്പോഴേക്കിന് നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടേ പിന്നെ ഞങ്ങൾക്ക് ട്രെയിന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി 3:30 ഉള്ളൂ കേട്ടോ ട്രെയിന്. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ബസ്സിന് പോയാലോ എന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ബസ്സിന് പോയാൽ നമുക്ക് ഈ മക്കളെയും കൊണ്ട് ഇനി അഥവാ ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറേ ടൈം കൊടുക്കും നമുക്ക് എത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിന് പോകണില്ല എന്ന് തീരുമാനിച്ചിട്ടോ. നമുക്ക് ട്രെയിനിന് തന്നെ പോവാന്ന് തീരുമാനിച്ചു. പിന്നെ നമുക്ക് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 3:30 വരെ നമുക്ക് ആയിക്കൂടെയൊക്കെ പോവാന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ 9 മണിക്ക് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പോവാൻ കരുതിയിടത്തേക്ക് പോവാനും വേണ്ടി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും പാടെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അവിടേക്ക് ടിക്കറ്റിന് ഒരുപാട് പൈസയാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ എന്താട്ടി എന്നാൽ നമുക്ക് ഷൊർണൂർക്ക് ട്രെയിൻ ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ട്രെയിനിന് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് പോയത്. ഷൊർണൂർ ചെന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ പാലക്കാട് കയറാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ട്രെയിനിന് കയറാൻ വേണ്ടി പോയിട്ട് അവിടെ ചെന്നപ്പോൾ 11:30ക്കാണ് ഷൊർണൂർക്കുള്ള ട്രെയിൻ. ഇനി എന്തായാലും വേണ്ടില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് ഒരു 11:30 കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഷൊർണൂർക്ക് ട്രെയിൻ കിട്ടിയത്. അങ്ങനെ നേരെ ഞങ്ങൾ ഷൊർണൂർ പോയി ഇറങ്ങിട്ടോ. ഇറങ്ങി തന്നെ ഞങ്ങൾക്ക് പാലക്കാടേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു.
ഇറങ്ങിയേക്കെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാലക്കാട്ടേക്കുള്ള ട്രെയിനിൽ കയറി. ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ടേ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് പാലക്കാട്ടേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നൈക്കന്നെ ട്രെയിൻ കിട്ടിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിനിൽ കൂടെ അങ്ങനെ ചായ വന്നപ്പോൾ അങ്ങനെ ചായയും ഇതൊക്കെ വാങ്ങി കുടിച്ചു എന്നല്ലാതെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോഴേക്കനെ ടൈം ഏതായാലും ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പാലക്കാട് ചെന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പാലക്കാട്ടേക്കുള്ള ബസ് കയറി. പാലക്കാട്ടിൽ നിന്ന് പിന്നെ മണ്ണാർക്കാട്ടിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ അവിടേക്കുള്ള ബസ് കയറി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ടൈം ഏതായാലും ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ആലപ്പുഴ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.